ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, അബ്ദുറഹ്മാനും നിമിഷപ്രിയയും ഏതാനും ചില മാസങ്ങളായി നമ്മുടെ സമൂഹ മാധ്യമത്തിൽ വലിയ രൂപത്തിലുള്ള ചർച്ചയ്ക്ക് കാരണമായിട്ട് ഇപ്പോൾ വീണ്ടും നിമിഷപ്രിയയുടെയും തലാൽ അബ്ദുറഹ്മാന്റെയും വിഷയം വലിയ രൂപത്തിൽ സമൂഹ മാധ്യമങ്ങളിൽ ചർച്ചയ്ക്ക് ഇടം പിടിക്കുകയാണ്. യമനിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് തടവിൽ കഴിയുന്ന മലയാളി നഴ്സായ നിമിഷപ്രിയയുടെ മോചനത്തിന് വേണ്ടി ഇടപെടാൻ തയ്യാറാണ് എന്ന് ഇറാൻ വ്യക്തമാക്കിയിരുന്നു. ഇറാൻ സ്വന്തം ജനതയെ പോലും സംരക്ഷിക്കാൻ കഴിവില്ലാത്ത രാജ്യമാണ് എന്ന് നമുക്കറിയാം. മതനിയമം അങ്ങനെ തന്നെ പ്രാവർത്തികമാക്കണം എന്ന് നിർബന്ധിപ്പിക്കുന്ന രാജ്യങ്ങളിൽ ഒന്നാണ് ഇറാൻ. ഒരു കഷ്ണം തലമുടി കണ്ടു എന്ന കാരണത്താൽ നമ്മുടെ പെൺകുട്ടിയുടെ പേര് മഹ്സാമിനി എന്ന് പറയുന്ന പെൺകുട്ടിയെ വളരെ ക്രൂരമായി മുടിമുറിച്ചും മൂക്കുമുറിച്ചും കൊന്നുകളഞ്ഞ ഇറാൻ ആ പെൺകുട്ടിയുടെ നീതിക്ക് വേണ്ടി ഇറങ്ങിത്തിരിച്ച ആയിരക്കണക്കിന് ആളുകളെയാണ് കൂട്ടിയിട്ട് ജയിലിൽ കത്തിച്ചു കളഞ്ഞത്. മനുഷ്യന്റെ ജീവന് യാതൊരു പ്രാധാന്യവും നൽകാതെ മുഴത്തിന് മുഴമായും ചാണിന് ചാണായും മതം അങ്ങനെ തന്നെ പുഴുങ്ങി തിന്നുന്ന ഈ ഇറാൻ യമനിലെ ഒരു പൗരനെ കൊലപ്പെടുത്തുകയും പീസാക്കി കവറിനകത്ത് വെച്ച് വാട്ടർ ടാങ്കിൽ ഇടുകയും ചെയ്ത ഈ പെണ്ണിനോട് ക്ഷമിക്കാനും അവരെ മോചിപ്പിച്ച് വീണ്ടും ഇന്ത്യയിലേക്ക് എത്തിക്കാനും ശ്രമിക്കുമോ എന്നത് കണ്ടു തന്നെ അറിയണം. എന്തായിരുന്നാലും ഇറാൻ നിമിഷപ്രിയയുടെ വിഷയത്തിൽ ഇടപെടാം എന്ന് വ്യക്തമാക്കുമ്പോഴും ദിയാധനം സംബന്ധിച്ച് അവ്യക്തതകൾ തുടരുകയാണ്. $40,000 ഏകദേശം 34 ലക്ഷം രൂപയാണ് ചർച്ചകൾക്ക് മുമ്പായി തന്നെ യമനിലെ ഗോത്ര നേതാക്കൾക്ക് നൽകണം എന്ന് ആവശ്യപ്പെട്ടിരുന്നത് എന്ന് നിമിഷപ്രിയയുടെ അഭിഭാഷകനായ സുഭാഷ് ചന്ദ്ര വെളിപ്പെടുത്തുന്നു. ഇതിന്റെ ആദ്യ ഗഡുവായ $20,000 കുറച്ച് നാളുകൾക്ക് മുമ്പ് തന്നെ നൽകിയിരുന്നു. എന്നാൽ ആ പണം കൈപ്പറ്റുകയും ചെയ്തിട്ട് പോലും അനുകൂലമായ പ്രതികരണം ഉണ്ടാകാതിരുന്നത് കൊണ്ട് രണ്ടാം ഗഡു കൊടുക്കുന്നത് വൈകി എന്നാണ് ഇപ്പോൾ അഭിഭാഷകൻ വെളിപ്പെടുത്തുന്നത്. ഡിസംബർ അവസാന ആഴ്ചയിലാണ് രണ്ടാം ഗഡുവായ $20,000 കൂടി ഏതാണ്ട് മധ്യസ്ഥ ചർച്ച നടത്തിയ ആളുകൾക്ക് സൗദി ആസ്ഥാനമായ ഇന്ത്യൻ നയതന്ത്ര മിഷൻ വഴി നൽകിയത്. എന്നാൽ ഇത് കഴിഞ്ഞ് 3 ദിവസം അങ്ങോട്ട് കഴിഞ്ഞതേ ഉള്ളൂ. 3 ദിവസത്തിനകത്ത് തന്നെ നിമിഷപ്രിയയുടെ വധശിക്ഷ യമൻ പ്രസിഡന്റ് ശരിവെച്ചു എന്ന വാർത്തയാണ് കേൾക്കുന്നത് എന്ന് സുഭാഷ് ചന്ദ്രൻ പറയുന്നു. പണം കൈപ്പറ്റിയിട്ട് പോലും നീതിയുക്തമായ രൂപത്തിൽ ഒരു തീരുമാനമെടുക്കാൻ യമൻ ഗവൺമെന്റിന് കഴിഞ്ഞിട്ടില്ല. തലാൽ അബ്ദുൽ മഹദി എന്ന യമൻ സ്വദേശി കൊല്ലപ്പെട്ട കേസിൽ ശിക്ഷിക്കപ്പെട്ടിട്ടാണ് പാലക്കാട് കൊല്ലങ്കോട് സ്വദേശിനി നിമിഷപ്രിയ 2017 മുതൽ യമൻ തലസ്ഥാനമായ സനയിൽ ജയിലിൽ കഴിയുന്നത്. ദിയാധനമായി നൽകിയ $40,000 നിന്ന് ഒരു ഭാഗം പോലും തലാലിന്റെ കുടുംബത്തിന് ലഭിച്ചു എന്ന് ഇതുവരെ ഒരു അപ്ഡേഷനും സുഭാഷ് ചന്ദ്രയ്ക്ക് ലഭിച്ചിട്ടില്ല എന്ന് അദ്ദേഹം പറയുന്നു. അഭിഭാഷകനാണ്, സ്വാഭാവികമായും അദ്ദേഹം ഇക്കാര്യം അറിഞ്ഞിരിക്കണം. ഇന്ത്യൻ അധികൃതരും ഹൂതികളും തമ്മിൽ ഉഭയകക്ഷി ബന്ധമില്ലാത്തതാണ് വിഷയത്തിലെ പ്രതിസന്ധി എന്നും സുഭാഷ് ചന്ദ്ര അഡ്വക്കേറ്റ് വ്യക്തമാക്കുന്നു. യമനിൽ ഇപ്പോൾ ഇന്ത്യൻ എംബസി പ്രവർത്തിക്കുന്നില്ല. പ്രശ്നത്തിൽ ഇറാൻ ഇടപെടാമെന്ന് അറിയിച്ചിരിക്കുന്നത് നിമിഷപ്രിയയുടെ മോചനത്തിൽ നിർണായകമാകുമെന്നും സുഭാഷ് ചന്ദ്രൻ പറയുന്നു. തലാലിന്റെ കുടുംബത്തിന് ദിയാധനം നൽകി മോചനം സാധ്യമാക്കുക എന്നതാണ് ഏക വഴി. എത്ര പണം വേണമെന്ന് തലാലിന്റെ കുടുംബമാകും നിശ്ചയിക്കേണ്ടതെന്നും സുഭാഷ് ചന്ദ്രൻ പറയുന്നു. നിമിഷപ്രിയയുടെ വധശിക്ഷയെക്കുറിച്ച് അറിഞ്ഞെന്നും കുടുംബത്തിന് എല്ലാവിധ സഹായവും നൽകുമെന്നും ഇന്ത്യൻ വിദേശകാര്യ വക്താവ് രൺധീർ ജയ്സ്വാൾ വ്യക്തമാക്കിയിട്ടുമുണ്ട്. അതേസമയം നിമിഷപ്രിയയുടെ വധശിക്ഷ നടപ്പാക്കാൻ യമൻ പ്രസിഡന്റ് അനുമതി നൽകിയതിൽ സേവ് നിമിഷപ്രിയ ആക്ഷൻ കമ്മിറ്റിക്കെതിരെ രൂക്ഷമായ വിമർശനം ഉയർന്നു വരുന്നുണ്ട്. ചർച്ചകളുടെ സമയം കഴിഞ്ഞു എന്ന് മനുഷ്യാവകാശ പ്രവർത്തകൻ സാമുവൽ ജെറോം കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നു. മാപ്പപേക്ഷ ചർച്ചകളുടെ രണ്ടാം ഗഡുവായി നൽകേണ്ടുന്ന പണം കൈപ്പറ്റി ആ പണം കമ്മിറ്റി യഥാസമയം കൈമാറിയിട്ടില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. കൊല്ലപ്പെട്ട യമൻ പൗരന്റെ കുടുംബത്തിന് ചർച്ചകളിൽ വിശ്വാസം നഷ്ടപ്പെട്ടിരിക്കുന്നു. അവസരമുള്ളപ്പോൾ ഉപയോഗിക്കാനായില്ല, ഇപ്പോൾ അവസരം നഷ്ടമായെന്നും അദ്ദേഹം പറയുന്നു. അബ്ദുറഹ്മാന് വേണ്ടി പിരിച്ചത് 60 കോടിയായിരുന്നു, 34 കോടി. ആ 34 കോടിയുടെ എത്ര ശതമാനം വരെ 34 ലക്ഷമെന്ന് നമുക്ക് ചിന്തിച്ചാൽ മനസ്സിലാവും. അതിന്റെ 7 അയലത്ത് പോലും വരില്ല. ഒരു പക്ഷെ ആ പെണ്ണൊരുത്തി രക്ഷപ്പെടുമായിരുന്നു. കൊലയാളിയാണ്, സമ്മതിക്കുന്നു. മറ്റൊരു രാജ്യത്ത് പോയിട്ട് ആ രാജ്യത്തിന്റെ നിയമം അനുശാസിക്കും വിധം ജീവിക്കാൻ സാധിക്കാത്ത പെണ്ണൊരുത്തിയാണ്, സമ്മതിക്കുന്നു. പക്ഷേ അബ്ദുറഹ്മാന് വേണ്ടി ഇറങ്ങിയ ആക്ഷൻ കൗൺസിലിന്റെ ആർജവവും ഊർജവും ആത്മാർത്ഥതയും ഒന്നും
നിമിഷയുടെ ആക്ഷൻ കൗൺസിലിന് ഇല്ലാതെ പോയോ എന്നത് ചോദിക്കേണ്ടുന്ന ഒരു വിഷയമാണ്. നിമിഷപ്രിയയുടെ മോചന വഴികൾ തേടി മാസങ്ങളായി യമനിൽ കഴിയുന്ന അമ്മ പ്രേമകുമാരി എന്ത് ചെയ്യണം എന്നറിയാതെ കണ്ണീരോടെ കാത്തിരിക്കുകയാണ്. മകളുടെ മോചന ശ്രമങ്ങളുടെ ഭാഗമായി ഈ വർഷം ഏപ്രിൽ 20 യമനിലേക്ക് പോയ അമ്മ പ്രേമകുമാരി അവിടെ തുടരുകയാണ്. ഇതിനിടയിൽ 2 തവണ മകളെ ജയിലിൽ ചെന്ന് കാണാൻ സാധിച്ചു എന്നതാണ് ഏക ആശ്വാസം. 2011 യമനിലെത്തിയ നിമിഷപ്രിയ 2015 സനയിൽ തലാലിന്റെ സ്പോൺസർഷിപ്പിൽ ക്ലിനിക്ക് ആരംഭിച്ചിരിക്കുന്നു. സാമ്പത്തിക പ്രതിസന്ധി കാരണം നിമിഷപ്രിയയുടെ ഭർത്താവും കുട്ടിയും 2014 തന്നെ നാട്ടിലേക്ക് മടങ്ങി. തുടർന്നാണ് നിമിഷപ്രിയയുമായി വിവാഹം കഴിച്ചതായി തലാൽ വ്യാജരേഖയുണ്ടാക്കിയതും അവരെ ശാരീരികമായും മാനസികമായും സാമ്പത്തികമായും പീഡിപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്തത്. ഇയാൾ പാസ്പോർട്ട് പിടിച്ചു വച്ച സാഹചര്യത്തിൽ ഇവരെ ഭീഷണിപ്പെടുത്തുകയും ഒക്കെ ചെയ്ത് പണം തട്ടിയെടുത്ത സാഹചര്യത്തിൽ എങ്ങനെയും പാസ്പോർട്ട് വീണ്ടെടുക്കണം, തനിക്ക് രക്ഷപ്പെടണം. അതിനുവേണ്ടിയാണ് നിമിഷപ്രിയ ഒരു കടുത്ത തീരുമാനത്തിലേക്ക് പോകുന്നത്. തലാലിനെ മരുന്ന് കുത്തിവെച്ചു മയക്കിക്കിടത്തി പാസ്പോർട്ട് എടുക്കാനുള്ള ശ്രമത്തിനിടയിൽ അയാൾ മരിക്കുകയായിരുന്നു എന്നാണ് റിപ്പോർട്ട്. സഹപ്രവർത്തകയുമായി ചേർന്ന് തലാലിനെ വധിച്ചു എന്ന കേസിൽ 2017 ജൂലൈയിലാണ് നിമിഷ അറസ്റ്റിലാകുന്നത്. 2020 വിചാരണ കോടതി വധശിക്ഷ വിധിക്കുന്നു. ഈ വിധിക്കെതിരായ അപ്പീലുകൾ വിവിധ കോടതികൾ തള്ളിയിരുന്നു. 2023 യമനിലെ സുപ്രീം ജുഡീഷ്യൽ കൗൺസിലും വധശിക്ഷ ശരിവെക്കുകയായിരുന്നു. ഇതാണ് ഇതുവരെ നിമിഷപ്രിയയുമായിട്ടുള്ള കേസിന്റെ അപ്ഡേറ്റ്. യമനിൽ മലയാളി നേഴ്സാണ് നിമിഷപ്രിയ. ഇവരുടെ വധശിക്ഷയിൽ ഇടപെടാൻ തയ്യാറാണ് എന്നാണ് ഇറാൻ വ്യക്തമാക്കുന്നത്. തങ്ങളാൽ കഴിയുന്നത് എന്തും ചെയ്യാൻ തയ്യാറാണ് എന്ന് ഇറാന്റെ മുതിർന്ന വിദേശകാര്യ ഉദ്യോഗസ്ഥൻ അറിയിച്ചു. ഇറാന്റെ വിദേശകാര്യ ഉപമന്ത്രി ഡോക്ടർ തഖ്ത് റാവഞ്ചിയുടെ ഇന്ത്യൻ സന്ദർശനത്തിലാണ് ഉദ്യോഗസ്ഥന്റെ പ്രതികരണം. യമൻ പൗരൻ കൊല്ലപ്പെട്ട കേസിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട നിമിഷപ്രിയയുടെ മോചനത്തിന് വേണ്ടി പ്രതീക്ഷ നൽകുന്നത് ഏക ആശ്രയം ഇറാന്റെ പ്രതികരണം മാത്രമാണ്. മാനുഷിക പരിഗണനയെ മുൻനിർത്തി തങ്ങളാൽ കഴിയുന്നത് എന്തും ആ പെണ്ണൊരുത്തിയുടെ മോചനത്തിന് വേണ്ടി ചെയ്യാൻ തയ്യാറാണ് എന്നാണ് ഇറാന്റെ വിദേശകാര്യ ഉദ്യോഗസ്ഥർ അറിയിച്ചത്. ഇറാന്റെ വിദേശകാര്യ സഹമന്ത്രിയുടെ ഇന്ത്യ സന്ദർശനത്തിനിടയിലാണ് ഉദ്യോഗസ്ഥന്റെ ഈ പ്രതികരണം വന്നത്. നിമിഷപ്രിയയുടെ കേസിൽ വധശിക്ഷ നടപ്പാക്കാൻ യമൻ പ്രസിഡന്റ് റാഷിദ് അൽ അലീമി അനുമതി നൽകിയതുമായി ഉള്ള റിപ്പോർട്ട് കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു. നിമിഷപ്രിയയുടെ മോചനത്തിനായി സാധ്യമാകുന്ന എല്ലാ സഹായങ്ങളും നൽകാം എന്ന് ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയവും അറിയിച്ചു. കൊല്ലപ്പെട്ട തലാൽ അബ്ദുൽ മഹദിയുടെ കുടുംബം മാപ്പ് നൽകണം. നിമിഷപ്രിയയുടെ വധശിക്ഷയിൽ നിന്ന് എന്നാൽ മാത്രമാണ് മോചനം ലഭിക്കുക. ഇതുവരെ കൊല്ലപ്പെട്ടയാളുടെ കുടുംബവുമായി ചർച്ച നടത്തിയിട്ട് ഒരു ഫലവും കണ്ടിട്ടില്ല. 2017 കേസിനാസ്പദമായ സംഭവം ഉണ്ടാകുന്നത്. നോക്കണം, ഇവിടെ അബ്ദുറഹ്മാൻ കുടുങ്ങിയപ്പോൾ അബ്ദുറഹ്മാൻ അദ്ദേഹത്തിന്റെ ഒരു അമ്മാവനായ അബ്ദുൽ നസീറോ മറ്റോ എന്നു പേരുള്ള അയാളെ കൂടെ വിളിച്ചു വരുത്തി അയാളെയും കൂടി കുടുക്കി. ഇതുപോലെ തന്നെ നിമിഷപ്രിയയും കുടുങ്ങിയപ്പോൾ വേറെ ഒരു നഴ്സ് സുഹൃത്ത് അവളെ വിളിച്ചു വരുത്തി അവളെയും കുടുക്കി. ഇവരും കുടുങ്ങി അവരും കുടുങ്ങി. ഇത് അതിബുദ്ധിയാണ്. മറ്റൊരു രാജ്യത്ത് ചെന്ന് ആ രാജ്യത്തിന്റെ നിയമങ്ങൾ അനുശാസിക്കും വിധം ജീവിതം ക്രമീകരിക്കാൻ ഞാനും നിങ്ങളും ഒക്കെ ബാധ്യസ്ഥരാണ്. എന്നിരിക്കെ ധാർഷ്ട്യവും ധിക്കാരവും തന്നെയുമല്ല കുറച്ച് അതിബുദ്ധിയും കാണിച്ചപ്പോൾ ആപത്തായി ഭവിച്ചു. ആര് അതിബുദ്ധി കാണിച്ചാലും ശരി അതിന്റെ ഫലം ആപത്തായിരിക്കും. ചിലപ്പോൾ പ്രസന്റ്ലി ടെമ്പററി ആയിട്ട് എന്തെങ്കിലുമൊക്കെ സൗകര്യങ്ങളോ സുഖങ്ങളോ ഒക്കെ നേടിയെടുത്താലും ശരി അതിന്റെ അന്തിമ ഫലം നമ്മൾ എന്താണോ വിതയ്ക്കുന്നത് അത് തന്നെയായിരിക്കും കൊയ്ത് തീർക്കുക. നന്ദി.